ശ്രീവിദ്യ എന്ന പേരും ശ്രീ നിറഞ്ഞ ഈ മുഖവും മലയാളികൾ അത്ര എളുപ്പം മറക്കില്ല. കേവലം ഒരു അഭിനേത്രി എന്നതിനേക്കാൾ സ്ത്രീ സങ്കല്പങ്ങളുടെ പൂർണ്ണത എന്ന നിലയിലാണ് ഒരു തലമുറ ശ്രീവിദ്യയെ കണ്ടിരുന്നത്. സൗന്ദര്യലഹരി എന്ന പേരിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ശ്രീ സൗന്ദര്യത്തിൽ ഒളിഞ്ഞുകിടന്ന ദേവീഭാവത്തെ വർണ്ണിച്ച് കവിത രചിച്ചിരുന്നു. ചിത്രഭൂമി സിനിമാ മാസികയുടെ ആദ്യലക്കം പുറത്തിറങ്ങിയത് ശ്രീവിദ്യയുടെ മുഖചിത്രത്തോടെ. അതിനവർ പറഞ്ഞ ന്യായം, ഷീലയും ജയഭാരതിയും തിളങ്ങി നിന്ന കാലമായിട്ടും ശ്രീവിദ്യയോളം മലയാളിത്തം തുളുമ്പുന്ന മറ്റൊരു മുഖമില്ല എന്നതായിരുന്നു. എന്നിട്ടും ശ്രീവിദ്യയ്ക്ക് മധ്യവയസ്കയായും അമ്മയായും വേഷമിടേണ്ടി വന്നു. ആ കഥാപാത്രങ്ങളൊക്കെയും സിനിമയുടെ നെടുംതൂണുകളായിരുന്നു. അതുവരെ മലയാളികൾ കണ്ടിട്ടില്ലാത്ത സ്ത്രീ കാമനകളുടെ ദൃശ്യചാരുത, ശരീരപ്രദർശനത്തിന്റെ അകമ്പടിയില്ലാതെ തന്റെ വിടർന്ന കണ്ണുകളിലൂടെ, വശ്യഭാവങ്ങളിലൂടെ ശ്രീവിദ്യ പകർന്നാടി. സിനിമാ പ്രേക്ഷകർ അകമഴിഞ്ഞ സ്നേഹവും ആരാധനയും വാരിച്ചൊരിഞ്ഞിട്ടും അഭിനേത്രിയാകാൻ കിട്ടിയ ജന്മത്തെ ശപിച്ചുകൊണ്ടാണ് ശ്രീവിദ്യ വിടവാങ്ങിയത്. എനിക്ക് കിട്ടേണ്ട സ്നേഹം എനിക്ക് കിട്ടിയിരുന്നില്ല. സ്ത്രീ സൗന്ദര്യത്തിന്റെ പൂർണ്ണത ലഭിച്ചിട്ടും സ്ത്രീ ജീവിതത്തിന്റെ സാഫല്യമറിയാതെ പോയ ശ്രീവിദ്യയുടെ കഥയാവട്ടെ ഇന്നത്തെ എ സ്ക്വയർ മീഡിയ സിനിമാ വിശേഷത്തിൽ. രൂപത്തിലും ശബ്ദത്തിലും ഭാഷാപ്രയോഗത്തിലും തനി മലയാളിയായ ശ്രീവിദ്യ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടുകാരിയായിരുന്നു. ഹാസ്യനടനായിരുന്ന VR കൃഷ്ണമൂർത്തിയുടെയും കർണാടക സംഗീതജ്ഞ ML വസന്തകുമാരിയുടെയും മകളായി 1953 ജൂലൈ 24 ശ്രീവിദ്യ ജനിച്ചു. മീനാക്ഷി എന്നായിരുന്നു ശരിയായ പേര്. ML വസന്തകുമാരി അതിപ്രശസ്തയായ സംഗീതജ്ഞയായിരുന്നു. സമ്പന്നതയുടെയും പ്രശസ്തിയുടെയും മടിത്തട്ടിലായിരുന്നു ജനനമെങ്കിലും അവയൊന്നും അധികകാലം നിലനിന്നില്ല. മുഖപേശികളെ ബാധിച്ച രോഗം കൃഷ്ണമൂർത്തിയുടെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചു. തകർന്ന കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങൾ ശ്രീവിദ്യയുടെ കൗമാര കാലഘട്ടത്തെ തകർത്തു. വളരെ ചെറിയ പ്രായത്തിലെ അവർക്ക് മുഖത്ത് ചായമിടേണ്ടി വന്നു. 1967 ശിവാജി ഗണേശനൊപ്പമാണ് ശ്രീവിദ്യയുടെ സിനിമാ പ്രവേശം. 1969 ചട്ടമ്പിക്കവലയിലൂടെ അവർ മലയാള സിനിമയിൽ അരങ്ങേറി. സത്യൻ നായകനായ ആ ചിത്രം പരാജയമായിരുന്നു. തുടർന്ന് കുമാരസംഭവത്തിൽ അഭിനയിച്ചുവെങ്കിലും മലയാള സിനിമ ശ്രീവിദ്യയെ കൈവിട്ട് കളഞ്ഞു. 1973 തന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമെന്ന് ശ്രീവിദ്യ പിൽക്കാലത്ത് അഭിമാനം കൊണ്ട ചെണ്ടയിലെ സുമതി എത്തുന്നത്. ശ്രീവിദ്യയുടെ വശ്യ സൗന്ദര്യം പവൻ മാറ്റോടെ തെളിഞ്ഞ ആദ്യ ചിത്രം വിൻസെന്റ് സംവിധാനം ചെയ്ത ചെണ്ടയായിരുന്നു. എന്നാൽ തിയേറ്ററുകളിൽ ചിത്രം പരാജയമായി. 1975 K. ബാലചന്ദർ സംവിധാനം ചെയ്ത അപൂർവരാഗം എന്ന ചിത്രത്തിൽ ശ്രീവിദ്യ കമലഹാസന്റെ നായികയായി വേഷമിട്ടു. പിൽക്കാലത്ത് എല്ലാ വേദനകളുടെയും തിരസ്കാരങ്ങളുടെയും ജീവിത നൈരാശ്യത്തിന്റെയും ആണിയായി മാറിയ കമലഹാസൻ ശ്രീവിദ്യ പ്രണയബന്ധത്തിന്റെ ആധാരശിലയായി തീർന്നത് അപൂർവരാഗങ്ങൾ ആയിരുന്നു. '79 ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ചയിലൂടെ ശ്രീവിദ്യ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം നേടി. തുടർന്ന് മികച്ച നടി എന്ന പെരുമയോടെ ശ്രീവിദ്യ പകർന്നാടിയ കഥാപാത്രങ്ങളുടെ വൈവിധ്യം അത്ഭുതാവഹമാണ്. അവരുടെ മികച്ച കഥാപാത്രങ്ങളുടെ പൊതുപ്രത്യേകത പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹം വരച്ചിട്ടിരിക്കുന്ന ലക്ഷ്മണരേഖ മുറിച്ചു കടന്നു എന്നുള്ളതാണ്. ഇരകൾ, ആദാമിന്റെ വാരിയല്, ദൈവത്തിന്റെ വികൃതികൾ, കഥയറിയാതെ തുടങ്ങിയ സിനിമകൾ സ്ത്രീ ലൈംഗികതയെക്കുറിച്ച് കൂടി പരാമർശിച്ച മികച്ച സിനിമകളായിരുന്നു. കുട്ടികളൊക്കെ നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? ഞാൻ നിന്റെ അച്ഛന്റെ ഭാര്യയാണെന്നോ? ഞാൻ നിന്റെ ആരാ? കഥാപാത്രങ്ങളെ കേവലം ശരീരപ്രദർശനം കൊണ്ടല്ല ശ്രീവിദ്യ അനശ്വരമാക്കിയത്, മറിച്ച് കണ്ണിണകളുടെ നിഗൂഢ ചലനങ്ങളിൽ തിയേറ്ററുകളിൽ ഉണർന്ന വൈകാരിക വേലിയേറ്റങ്ങളിലൂടെയാണ്. നടി എന്ന നിലയിൽ മാത്രമല്ല, പിന്നണി ഗായികയായും ശ്രീവിദ്യയെ നമ്മൾ കണ്ടു. കരിയറിലെ നേട്ടങ്ങൾ മാത്രമായിരുന്നില്ല, വ്യക്തിജീവിതത്തിലെ തകർച്ചകളും സമാസമം ശ്രീവിദ്യയെ തിരഞ്ഞെത്തിക്കൊണ്ടിരുന്നു. കമൽ വാണി ഗണപതിയെ വിവാഹം കഴിച്ചത് ശ്രീവിദ്യയുടെ ആത്മാഭിമാനത്തിനേറ്റ അടിയായിരുന്നു. ആ വാശിയിലാണ് തീക്കനൽ എന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായ ജോർജ് തോമസിന്റെ പ്രണയാഭ്യർത്ഥന ശ്രീവിദ്യ സ്വീകരിച്ചത്. ML വസന്തകുമാരി ആ ബന്ധത്തെ എതിർത്തു.
അതോടെ ശ്രീവിദ്യ ജോർജിനൊപ്പം ഇറങ്ങിപ്പോയി. സ്വസ്ഥമായ ഒരു കുടുംബജീവിതം ആഗ്രഹിച്ച് അഭിനയ ജീവിതം ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. രണ്ടാമത്തെ ചതി ശ്രീവിദ്യയുടെ ദാമ്പത്യ സ്വപ്നങ്ങളെയും കരിച്ചു കളഞ്ഞു. ജോർജ് വെറും ബിനാമി മാത്രമായിരുന്നു. ശ്രീവിദ്യയുടെ സ്വത്തുക്കൾ അയാൾ കൈയടക്കി. 6ഓളം അബോർഷനുകൾക്ക് ആ സമയം ശ്രീവിദ്യ വിധേയയായി. ML വസന്തകുമാരിയാണ് ആ നരക ജീവിതത്തിൽ നിന്ന് ശ്രീവിദ്യയെ മോചിപ്പിച്ചത്. ഡിവോഴ്സ് സമർപ്പിച്ച് ബാക്കി കാലം അമ്മയുടെ സ്നേഹത്തണലിൽ ജീവിക്കാൻ ശ്രീവിദ്യ തീരുമാനിച്ചു. ML വസന്തകുമാരി ലിവർ ക്യാൻസർ ബാധിച്ചു മരിച്ചതോടെ ശ്രീവിദ്യ വീണ്ടും തനിച്ചായി. അപ്പോഴേക്കും അവർ മലയാള സിനിമയുടെ ശ്രീത്വം വിളങ്ങുന്ന അമ്മ മുഖമായി മാറിയിരുന്നു. എന്റെ സൂര്യപുത്രിയിലെ വസുന്ധരാ ദേവിയായി അമലയ്ക്കൊപ്പം ശ്രീവിദ്യ തിളങ്ങി. പവിത്രത്തിൽ ഒരു പാട്ടു സീനും ഏതാനും രംഗങ്ങളുമേയുള്ളൂ എങ്കിലും ശ്രീവിദ്യ മോഹൻലാൽ കോമ്പിനേഷൻ ഹൃദയഹാരിയായിരുന്നു. കാബൂളിവാല എന്ന കോമഡി ചിത്രത്തിൽ കണ്ണു നനയിക്കുന്ന പ്രകടനവുമായി ശ്രീവിദ്യ വന്നു. ശ്രീവിദ്യയുടെ അമ്മവേഷങ്ങളിലെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന കഥാപാത്രം അനിയത്തി പ്രാവിലെ ചന്ദ്രികയാണ്. ക്ലൈമാക്സ് രംഗത്തിൽ KPC ലളിതയും ശ്രീവിദ്യയുമാണ് കയ്യടി നേടി കണ്ണു നിറച്ചത്. എന്റെ മോളല്ലേ, ഞാൻ നോക്കിക്കോളാം, 90കളുടെ അവസാനം ലഭിച്ചിരുന്ന വേഷങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നതോടെ ശ്രീവിദ്യ സീരിയലുകളിലേക്ക് തിരിഞ്ഞു. സ്വപ്നം, സ്നേഹദൂരം, വസുന്ധര മെഡിക്കൽ എന്നീ സീരിയലുകൾ ശ്രദ്ധേയമായി. ജോയ്സിയുടെ ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ അന്നമ്മയായി ശ്രീവിദ്യ നായികയായ ലെനയേക്കാൾ വലിയ പ്രതിഫലം വാങ്ങിയാണ് അഭിനയിച്ചത്. ജോർജ് തോമസുമായുള്ള കേസ് ജയിക്കുകയും സ്വത്തുക്കൾ തിരിച്ചു കിട്ടുകയും ചെയ്തത് അക്കാലത്ത് ശ്രീവിദ്യയ്ക്ക് വലിയ ആശ്വാസമായി. അവിചാരിതം എന്ന പരമ്പരയുടെ ലൊക്കേഷനിൽ സംതൃപ്തയായി എത്തിയ ശ്രീവിദ്യയെ പ്രേംപ്രകാശ് അനുസ്മരിച്ചിട്ടുണ്ട്. വൈകിയാണെങ്കിലും ദൈവം എന്നോട് നീതി കാണിച്ചു. എത്രയോ വർഷങ്ങൾ നീണ്ട മാനസിക സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്, അവർ ആശ്വസിച്ചു. പക്ഷേ 6 മാസത്തിനപ്പുറം ആ ആശ്വാസം നീണ്ടുനിന്നില്ല. നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന നടുവേദനയ്ക്ക് ശ്രീവിദ്യ ചികിത്സ തേടി. ഒരു സംശയത്തിന്റെ പേരിൽ നടത്തിയ ബയോപ്സി പരിശോധനയിൽ ശ്രീവിദ്യയ്ക്ക് അർബുദം സ്ഥിരീകരിച്ചു. ക്യാൻസർ കോശങ്ങൾ നട്ടെല്ലിലേക്ക് കൂടി വ്യാപിച്ചതിനാൽ തുടർ ചികിത്സകൾ പരിമിതമാണെന്ന അറിവ് ശ്രീവിദ്യയെ തകർത്തു. വേദനകൾ കടിച്ചമർത്തിയ അവർ പരമ്പരകളിൽ അഭിനയം തുടർന്നു. അമ്മ തമ്പുരാട്ടി എന്ന ഏഷ്യാനെറ്റ് പരമ്പര ശ്രീകുമാരൻ തമ്പി നിർത്തിവെച്ചതോടെയാണ് ശ്രീവിദ്യയുടെ അസുഖവിവരം പുറംലോകമറിഞ്ഞത്. അക്കാലത്തൊരു ഇന്റർവ്യൂവിൽ ശ്രീവിദ്യ ഒരു ചോദ്യത്തെ നേരിട്ടു. 40 വർഷം നീണ്ട കരിയർ, 800ഓളം കഥാപാത്രങ്ങൾ, എന്താണ് ഇനി ആഗ്രഹം? അതിന്റെ മറുപടി വേദനാജനകമായിരുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പേരോ പ്രശസ്തിയോ സിനിമാ അഭിനയമോ ഒന്നും വേണ്ട. ഭർത്താവ്, കുട്ടികൾ, ഒരു ചെറിയ കുടുംബം. അവിടെ തീർത്തും സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായി എനിക്ക് ജീവിച്ചു മരിക്കണം. എണ്ണമറ്റ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക ഭാവനകളിൽ തേരോട്ടം നടത്തിയ ഒരു കലാകാരി തന്റെ ജന്മത്തെ ശപിച്ച നിമിഷമായിരുന്നു അത്. 2006 ഒക്ടോബർ 16 പ്രിയ കൂട്ടുകാരി KPC ലളിതയുടെ ശുശ്രൂഷയിൽ ശ്രീവിദ്യ തന്റെ ദുരന്ത ജീവിത വേഷത്തിന് തിരശ്ശീലയിട്ട് ചമയമഴിച്ചു. ഇന്നും പല സിനിമകളിലും സീരിയലുകളിലും അമ്മ മുഖമായി ശ്രീവിദ്യയുടെ ചിത്രം ഉപയോഗിക്കുന്നത് കാണാം. ജീവിതത്തിൽ അമ്മയാവാൻ ഭാഗ്യമില്ലാതെ പോയ ആ കലാകാരി പ്രേക്ഷക ഹൃദയങ്ങളിൽ ശ്രീത്വം വിളങ്ങുന്ന മാതൃഭാവത്തിന്റെ പൂർണ്ണതയായി നിറഞ്ഞു നിൽക്കുന്നു എന്നതിന്റെ തെളിവുകളാകാം അത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.